നമസ്കാരം പ്രഷർ. ഇന്ന് നമ്മുടെ മുമ്പിലെത്തിയ രണ്ട് വണ്ടികളാണ്. ഗ്രാൻഡ് വിറ്റാര ഉണ്ട്, SL6 ഉണ്ട്. SL6-നാണ് നമുക്ക് ഏകദേശം 13 ലക്ഷം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്, സ്റ്റാർട്ടിംഗ് വേരിയന്റിന്റെ. ഇതിന്റെ സ്റ്റാർട്ടിംഗ് വേരിയന്റ് ഓൺ റോഡ് പ്രൈസ് നമുക്ക് 13 ലക്ഷത്തി സംതിങ് ആണ് വരുന്നത്. ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നമുക്കിപ്പോൾ 12.5 ലക്ഷം രൂപയ്ക്ക് കിട്ടുന്നുണ്ട്. ഈ രണ്ട് വണ്ടികളും ഏതാണ് മികച്ചത്, ഏതാണ് നല്ലതെന്നൊക്കെ നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. തമ്മിൽ 1 ലക്ഷം രൂപയുടെ വ്യത്യാസമേ ഉള്ളൂ. പക്ഷേ ഇതിന്റെ ബേസ് വേരിയന്റ് എന്ന് പറഞ്ഞാൽ എല്ലാം ഫുൾ ഫീച്ചർ ലോഡറാണ്. അപ്പോൾ ഇതിന്റെ ബേസ് വേരിയന്റ് നമുക്ക് കുറെ കാര്യങ്ങൾ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏത് വണ്ടിയാണ് കുറച്ചുകൂടെ ബെറ്റർ നമുക്കൊന്ന് കണ്ടു നോക്കാം. SL6 ഗ്രാൻഡ് വിറ്റാര നമുക്ക് വരുന്ന 1500cc 4 സിലിണ്ടർ എഞ്ചിനാണ്. ഹൈബ്രിഡ് ഓപ്ഷൻ ഈ രണ്ട് വണ്ടിക്കകത്തും വരുന്നുണ്ട്. ടയർ സൈസ് വരുവാണെന്ന് നോക്കുവാണെങ്കിൽ ഈ രണ്ട് വണ്ടികളും തമ്മിൽ ഇതിന്റെ ടയർ സൈസ് 16 ഇഞ്ച് ടയറാണ് വരുന്നത്. ഇതിന്റെ സ്റ്റാർട്ടിംഗ് മോഡൽ സീറ്റ എന്ന് പറഞ്ഞ വേരിയന്റോട്ടാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ ഗ്രാൻഡ് വിറ്റാരയ്ക്ക് നമുക്ക് 4 ഓപ്ഷനോളം വരുന്നുണ്ട്. സിഗ്മ, ഡെൽറ്റ, സീറ്റ, ആൽഫ, അങ്ങനെ 4 ഓപ്ഷൻസ് വരുന്നുണ്ട്. SL6 എന്ന് പറഞ്ഞ വണ്ടിക്ക് ശരിക്കും 3 ഓപ്ഷൻസേ വരുന്നുള്ളൂ: സീറ്റ, ആൽഫ, ആൽഫ പ്ലസ്. കാരണം ഇതിന് ശരിക്കും ബേസ് വേരിയന്റ് ഇല്ല. കാരണം നമുക്ക് ഇതിന്റെ ബേസ് വേരിയന്റ് വണ്ടികളായിട്ടാണ് നമ്മൾ മാരുതി ഇരട്ടിയെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഇരട്ടിയെക്കാട്ടിലും കുറച്ചുകൂടെ അപ്ഡേറ്റ് വേർഷനാണ് നമുക്ക് SL6 എന്ന് പറഞ്ഞ വണ്ടി വരുമ്പോഴത്തേനെ. അപ്പോൾ ഇതിൽ രണ്ടിലും മികച്ചത് ഏതാണെന്ന് ചോദിച്ചാൽ ഇതിനകത്ത് കുറച്ചുകൂടെ നമുക്ക് സീറ്റിംഗ് കപ്പാസിറ്റി കൂടുതലുണ്ട്. കാരണം ഇത് 6 സീറ്റർ വണ്ടിയാണ്, ഇത് 5 സീറ്റർ വണ്ടിയാണ്. 5 സീറ്റർ വണ്ടിയിൽ നമുക്ക് വേറെ ഓപ്ഷൻസ് ഒന്നും നമുക്ക് അഡീഷണൽ വരുന്നില്ല. പക്ഷേ ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ ആ സീറ്റൊക്കെ ഫുള്ളി ബാക്കിൽ നിന്ന് മറിച്ചിടാനൊക്കെ ഓപ്ഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ലോങ് ജേർണി, കുറച്ചുകൂടെ നമ്മുടെ ഫാമിലി മെമ്പറൊക്കെ കൂടുതലുള്ള വീടുകളാണെങ്കിൽ SL6 കുറച്ചുകൂടെ നല്ലൊരു ചോയ്സ് ആയിരിക്കും. കാരണം രണ്ടിനും ഏകദേശം ഒരേപോലെയാണ് മൈലേജ് പറയുന്ന കമ്പനി. 21.5 കമ്പനി രണ്ട് വണ്ടിക്ക് മൈലേജ് പറയുന്നുണ്ട്. രണ്ട് വണ്ടിക്കകത്ത് നമുക്ക് സ്മാർട്ട് ഹൈബ്രിഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അലോയ് അതിന്റെ സ്റ്റാർട്ടിംഗ് വേരിയന്റ് തൊട്ട് തന്നെ അലോയ് വീൽ വരുന്നുണ്ട്. സീറ്റ വേരിയന്റ് വരുമ്പോൾ തന്നെ ഇതിന്റെ ഫുൾ ഓപ്ഷൻ വണ്ടിയുടെ അതേ ലുക്ക് തന്നെയാണ് നമുക്ക് ഈ ഒരു SL6 കിട്ടുന്നത്. കാരണം ഇതിന് സ്റ്റാർട്ടിംഗ് വേരിയന്റ് കൊണ്ട് തന്നെ ഫോഗ് ലാമ്പ് LED വരുന്നുണ്ട്, ഹെഡ് ലാമ്പ് LED വരുന്നുണ്ട്, ഡേ ടൈം റണ്ണിംഗ് ലാമ്പ് LED വരുന്നുണ്ട്, സൈഡ് മിറർ ഇൻഡിക്കേറ്റർ, ഇതിന് റൂഫ് റെയിൽസ് വരുന്നുണ്ട്, പിന്നെ ഡോർ ഹാൻഡിൽ ക്രോം വരുന്നുണ്ട്, സൈഡ് ക്ലാഡിങ്, ഫ്രണ്ട് സ്കിഡ് പ്ലേറ്റ്, വീലാർച്ച് ക്ലാഡിങ്സ് എല്ലാം തന്നെ നമുക്ക് ഈ ഒരു SL6-ന്റെ ഏത് വേരിയന്റ് എടുത്താലും നമുക്ക് കിട്ടും. അപ്പോൾ SL6-ന്റെ ഏറ്റവും ബേസ് വേരിയന്റിൽ ഇല്ലാത്ത കുറച്ച് കാര്യങ്ങൾ, 2-3 കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന്, നമുക്ക് 360 ഡിഗ്രി ക്യാമറ വരത്തില്ല. അത് നമുക്ക് ഒരു വേരിയന്റ് ആൽഫ എന്ന് പറഞ്ഞ വേരിയന്റ് സെക്കൻഡ് വേരിയന്റ് തൊട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. സ്റ്റാർട്ടിംഗ് വേരിയന്റ് വെക്കുവാണെന്നുണ്ടെങ്കിൽ, മേടിക്കുവാണെന്ന് നമ്മൾ ചെയ്യേണ്ട കാര്യം അഡീഷണൽ ഒരു ക്യാമറ മാത്രം ചെയ്താൽ മതി. ഈ ഒരു മോഡൽ എടുക്കുവാണെങ്കിൽ ഇത് നമുക്കിപ്പോൾ ഒരു 13,50,000-നും 14 ലക്ഷത്തിനുള്ളിലായിട്ട് നമുക്ക് ഈ വണ്ടി ഓൺ റോഡിൽ കിട്ടും. പക്ഷേ ഇതിന്റെ ബേസ് വേരിയന്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു 12.5 തൊട്ട് ഒരു 13 ലക്ഷം രൂപയുടെ റേഞ്ചിനുള്ളിൽ നമുക്ക് ഇതിന്റെ ഒരു ഓൺ റോഡ് കിട്ടുന്നത്. നമുക്ക് ഇതിന്റെ എടുക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടച്ച് സ്ക്രീൻ ആഡ് ചെയ്യേണ്ടി വരും, അലോയ് വീൽ ആഡ് ചെയ്യേണ്ടി വരും, ക്യാമറ, സ്പീക്കർ, അങ്ങനെ 3-4 കാര്യങ്ങൾ നമ്മൾ ഇതിൽ ആഡ് ചെയ്യേണ്ടി വരും. ഇതിന്റെ ഹെഡ് ലാമ്പ് പക്ഷേ LED അല്ല, ഹാലജൻ ബൾബാണ് വരുന്നത്, മഞ്ഞ ബൾബാണ് വരുന്നത്. ഇത് നമുക്ക് LED ആക്കാൻ പറ്റും. LED ആക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല വെള്ള ബട്ടൺ തന്നെ നമുക്ക് കിട്ടും. LED നമുക്ക് കമ്പനിയിൽ നിന്ന് ആക്കാൻ പറ്റത്തില്ലെങ്കിൽ നമുക്ക് പുറമേ ആഡ് ചെയ്യാനുള്ള ഫീച്ചർ ഉണ്ട്. സൈഡിലോട്ട് വരുവാണെങ്കിൽ നമുക്ക് അലോയ് വീലും കാര്യങ്ങളൊക്കെ നമ്മൾ ആഡ് ഓൺ ചെയ്യണം. ബേസ് വേരിയന്റ് എടുക്കുവാണെങ്കിൽ സെക്കൻഡ് വേരിയന്റിനകത്ത് നമുക്ക് ഇതിനകത്ത് അലോയ് വീൽ ഇല്ല. തേർഡ് വേരിയന്റ് സീറ്റ് തൊട്ടേ നമുക്ക് ഈ ഒരു അലോയ് വീൽ ഉള്ളൂ. പക്ഷെ നമുക്ക് ഏത് വേരിയന്റ് ആയാലും ഈ സെയിം അലോയ് വീൽ ആഡ് ചെയ്യാൻ പറ്റും. ഈ അലോയ് വീൽ ആഡ് ചെയ്യുന്നതിന് ഏകദേശം ഒരു 45,000 രൂപയോളം കോസ്റ്റ് വരുന്നുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ വണ്ടിയുടെ വില വരുമ്പോൾ ഏകദേശം ഒരു 13 ലക്ഷം രൂപ ഓൺ റോഡ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ടച്ച് സ്ക്രീൻ ആഡ് ചെയ്യാൻ പറ്റും. ടച്ച് സ്ക്രീൻ നമുക്ക് 9 ഇഞ്ച് ടച്ച് സ്ക്രീൻ ആഡ് ചെയ്യാൻ പറ്റും. പക്ഷേ SL6-ന്റെ എല്ലാ മോഡലിലും നമുക്ക് 7 ഇഞ്ച് ടച്ച് സ്ക്രീനേ വരുന്നുള്ളൂ. അതിൽ തന്നെ നമുക്ക് ഏറ്റവും ബേസ് വേരിയന്റിൽ ആപ്പിൾ കാർ ആൻഡ്രോയിഡ് ഓട്ടോ വയർലെസ് ആയിട്ടുള്ള ടച്ച് സ്ക്രീൻ അല്ല വരുന്നത്, നോർമൽ ഒരു ടച്ച് സ്ക്രീനാണ് വരുന്നത്. ഇതിന്റെ പക്ഷേ നമുക്ക് ആഡ് ചെയ്യുന്ന ടച്ച് സ്ക്രീനകത്ത് ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ ഒക്കെ വയർലെസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ടച്ച് സ്ക്രീൻ തന്നെ ആഡ് ചെയ്യാൻ പറ്റും. ഇത് വരുമ്പോൾ 9 ഇഞ്ച് സ്ക്രീൻ തന്നെ നമുക്ക് ഇത് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ കൂടുതൽ ഫംഗ്ഷൻ വരുന്ന മാരുതിയുടെ ഒറിജിനൽ സ്ക്രീനിലായിരിക്കും. പിന്നെ ഇതിന്റെ ഒരു ഫീച്ചേഴ്സ് നോക്കുവാണെങ്കിൽ ഇതിന് 17 ഇഞ്ച് ടയറാണ് വരുന്നത്. SL6 വരും 16 ഇഞ്ചേ വരത്തുള്ളൂ. ഇത് നമ്മളിപ്പം ഇതിന്റെ റിയർ പോർഷനിലാണ് നിൽക്കുന്നത്. ഇതിനകത്ത് നമുക്ക് ഷാർഫിൻ ആന്റിന വരുന്നുണ്ട്. ഈ വണ്ടിയിൽ നമുക്ക് ഷാർഫിൻ ആന്റിന വരുന്നുണ്ട്. ഇതിനകത്ത് സ്പോയിലർ ഇൻബിൽറ്റ് അല്ല, ഇത് നമ്മൾ ആക്സസറി ആണ് ബേസ് മോഡലുകളിൽ. പക്ഷേ നമുക്ക് ഇത് ഏത് വേരിയന്റ് എടുത്താൽ നമുക്ക് ഇത് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഈ വേരിയന്റ് എടുക്കുവാണെങ്കിൽ ഏത് ഗ്രാൻഡ് വിറ്റാരയുടെ ഏത് മോഡൽ എടുത്താലും നമുക്ക് സ്പോയിലർ ഇൻബിൽറ്റ് വരുന്നുണ്ട്. പിന്നെ ഡീഫോഗർ ഇൻബിൽറ്റ് വരുന്നുണ്ട്. ഇതിന്റെ ബേസ് 2 വേരിയന്റിൽ നമുക്ക് വൈപ്പർ വരുന്നില്ല, ഡീഫോഗർ പക്ഷെ വരുന്നുണ്ട്. ഇതിന്റെ സ്റ്റാർട്ടിംഗ് വേരിയന്റ് ആയിട്ടുള്ള സീറ്റയിൽ പക്ഷെ വൈപ്പറും ഡീഫോഗർ നമുക്ക് ഇൻബിൽറ്റ് വരുന്നുണ്ട്, വാഷർ ഇൻബിൽറ്റ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് വരുന്ന സെൻസറാണ്. 4 സെൻസർ ഇൻബിൽറ്റ് 2 വണ്ടിയിലും വരുന്നുണ്ട്. ഈ 2 വണ്ടിയിലും ഏത് വേരിയന്റ് എടുത്താൽ നമുക്ക് ഹിൽ ഹോൾഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട്. റിയറിലെ സ്കിഡ് പ്ലേറ്റ് 2 വണ്ടിക്കും കോമൺ ആയിട്ട് വരുന്നുണ്ട്. ക്ലാഡിങ്സ് കാര്യങ്ങളും വരുന്നുണ്ട്. ഇതിന്റെ ടെയിൽ ലാമ്പ് എന്ന് പറഞ്ഞാൽ ഫുൾ കണക്ട് ആയിട്ടുള്ള ടെയിൽ ലാമ്പാണ്, LED ടെയിൽ ലാമ്പാണ് വരുന്നത്. ഇതിന്റെ ടെയിൽ ലാമ്പ് എന്ന് പറഞ്ഞാൽ ഒരു ബൂമറ ഷേപ്പ് ആണ്. ഇതും LED ആണ്, പക്ഷെ ഇത് കണക്റ്റഡ് ഒന്നും അല്ല വരുന്നത്, നോർമൽ ടെയിൽ ലാംപ്സ് ആണ് വരുന്നത്.
പിന്നെ ഇതിന്റെ ഇന്റീരിയർ കാഴ്ചകളിലേക്ക് ഒന്ന് കടന്നു നോക്കാം. SL6ന്റെ ഇന്റീരിയറിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഏത് വേരിയന്റ് എടുത്താലും SL6ന്റെ ഇന്റീരിയർ ഏകദേശം ഇതുപോലെ തന്നെയാണ് വരുന്നത്. ഒരു ബ്ലാക്ക്, ഒരു കാർബൺ ഫിനിഷ്, ഒരു സിൽവർ ഇൻസേർട്ട്, പിന്നെ ഒരു ബ്ലാക്ക് ഇൻസേർട്ട്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ SL6ന്റെ ഏത് വേരിയന്റ് എടുത്താലും വരുന്നത്. പിന്നെ ഇതിനകത്ത് എല്ലാത്തിനകത്തും നമുക്ക് ഹൈബ്രിഡ് ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെ ഏത് SL6ന്റെ മേജർ മോഡൽ എടുത്താലും നമുക്ക് ഓട്ടോമാറ്റിക് AC വരുന്നുണ്ട്, ചാർജിങ് സോക്കറ്റ്, USB പ്ലഗ്, ഇവിടെ ഒരു നമുക്ക് കപ്പ് ഹോൾഡർ വരുന്നുണ്ട്, അതും AC വെൻസ് ഉള്ളതാണ് വരുന്നത്. ഗിയർ നോബ് ഒക്കെ നോർമൽ ഗിയർ നോബ് അല്ല, ക്രോം ഫിനിഷ്ഡ് ആണ്. ടോട്ടൽ 4 എയർ ബാഗ് ഈ മോഡലിൽ വരുന്നുണ്ട് SL6ന്റെ. സ്റ്റിയറിംഗിൽ തന്നെ നമുക്ക് വോളിയം കൺട്രോൾസ്, ടിൽറ്റ്, ടെലിസ്കോപ്പിക്, ക്രൂയിസ് കൺട്രോൾസ് എല്ലാം ബേസ് മോഡലിൽ തന്നെ വരുന്നുണ്ട്. പിന്നെ ടച്ച് സ്ക്രീൻ 7 ഇഞ്ച് ടച്ച് സ്ക്രീൻ ആണ് നമുക്ക് SL6ന്റെ എല്ലാ മോഡലിലും വരുന്നത്. ഏറ്റവും സ്റ്റാർട്ടിംഗ് വേരിയന്റിൽ സ്മാർട്ട് പ്ലേ സ്റ്റുഡിയോ എന്ന് പറഞ്ഞ ടച്ച് സ്ക്രീൻ ആണ് വരുന്നത്. സെക്കൻഡ് വേരിയന്റോട്ടാണ് നമുക്ക് ഈ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടച്ച് സ്ക്രീൻ വരുന്നത്. ഇതിൽ തന്നെ ഏത് വേരിയന്റ് എടുത്താലും നമുക്ക് സുസുക്കി കണക്ട് ഒക്കെ ഇൻബിൽറ്റ് വരുന്നുണ്ട്. പിന്നെ സ്റ്റിയറിംഗ് നമുക്ക് ടിൽറ്റ്, ടെലിസ്കോപ്പിക് 2 ഓപ്ഷനും നമുക്ക് സ്റ്റിയറിംഗിൽ ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് SL6ന്റെ എല്ലാ വേരിയന്റിലും വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ഒക്കെ അത്യാവശ്യം പ്രീമിയം ആണ്. ഇൻസൈഡ് MID നല്ല ക്ലിയർ ആയിട്ടുള്ള കളർ MID ആണ് വരുന്നത്. പിന്നെ നോക്കുവാണെങ്കിൽ ഡോർ ഹാൻഡിൽസ് എല്ലാം തന്നെ 1 ലിറ്റർ ബോട്ടിൽ സ്പേസ് ഉണ്ട്. ഇൻസൈഡ് മിറർ ഓട്ടോ ഡിമ്മിങ് അല്ല, മാനുവൽ ഡിമ്മിങ് ആണ്. ഇവിടെ ഒരു സൺഗ്ലാസ് ഹോൾഡർ ഉണ്ട്. ഇവിടെ ബേസ് വേരിയന്റ് വരുമ്പോൾ മിറർ മാത്രമേ വരുന്നുള്ളൂ. ഇത് ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ടാണ് വിത്ത് ലാമ്പും കൂടെ വന്നിരിക്കുന്നത്. സീറ്റ്സ് ഒക്കെ വരുവാണെങ്കിൽ ലെതർ സീറ്റ്സ് ആയിരിക്കത്തില്ല, നോർമൽ സീറ്റ് ആയിരിക്കും. പക്ഷെ നമുക്ക് ലെതർ സീറ്റ് ആയിട്ട് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് SL6ന്റെ ഏത് മോഡലിൽ എടുത്താലും വരുന്നുണ്ട്. ആംറസ്റ്റ് നമുക്ക് സ്ലൈഡിങ് ആംറസ്റ്റ് ആണ് വരുന്നത്. ഇത് കുറച്ച് ഡീപ്പും കൂടെ ആണ് വരുന്നത്. ഇത്രയൊക്കെയാണ് നമുക്ക് SL6ന്റെ ഈ മോഡലിൽ വരുന്ന ഫീച്ചേഴ്സ് നോക്കാം. ഇനി റിയറിലെ സ്പേസും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. SL6ന്റെ ബാക്ക് സീറ്റിലാണ് നമുക്ക് ഇരിക്കുന്നത്. SL6ന്റെ ഒരു ബാക്ക് സീറ്റിന്റെ പ്രത്യേകത പറഞ്ഞാൽ സ്പ്ലിറ്റ് സീറ്റ്സ് ആണ് വരുന്നത്. പിന്നെ നമുക്ക് ഇൻഡിവിജ്വൽ ആംറസ്റ്റ് ഉണ്ട്. ഇൻഡിവിജ്വൽ ആംറസ്റ്റ് വരുന്നതോടെ നമുക്ക് കുറച്ചുകൂടെ കംഫോർട്ടായിട്ടൊക്കെ ഇരിക്കാൻ പറ്റും. പിന്നെ നമുക്കൊരു ക്യാപ്റ്റൻ സീറ്റ്സ് എന്ന് പറയാം, ഈ ഒരു ഡിസൈൻ എന്ന് പറയാം. ക്യാപ്റ്റൻ സീറ്റ് വരുന്നത് നമുക്ക് കുറച്ചുകൂടെ കംഫോർട്ടാണ്. പിന്നെ സൈഡ് ഗ്ലാസസ് ഒക്കെ നല്ല വൈഡ് ആയിട്ടുള്ള ഗ്ലാസസ് ആണ് നമുക്ക് SL6ന്റെ എല്ലാ മോഡലിലും മാറ്റി കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് റിയർ AC വെൻസ് വരുന്നുണ്ട്. അവിടെ തന്നെ നമുക്ക് 3 ലെവലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ടോപ്പിൽ നിന്നുള്ള ഫ്ലോ ആണെന്നുണ്ടെങ്കിൽ നല്ല പെട്ടെന്നായിട്ട് സഡനായിട്ട് നമുക്ക് ഫ്ലോ കിട്ടുന്നതായിരിക്കും. വണ്ടി ക്യാബിൻ ഈസി ആയിട്ട് നമുക്ക് കൂൾ ചെയ്യാൻ സഹായിക്കുന്നതാണ്. പിന്നെ നമുക്ക് ഇതിന്റെ സീറ്റ് നമുക്ക് ബെഡ് പോലെ തന്നെ നമുക്ക് റിക്ലൈൻ ചെയ്യാൻ പറ്റും. ഇതിൽ കൂടുതൽ നമുക്ക് മാക്സിമം റിക്ലൈൻ ചെയ്യാൻ പറ്റും. നമുക്ക് ഇത്രയും നമുക്ക് സുഖമായിട്ട് ഇരുന്ന് ബാക്ക് സീറ്റ് യാത്ര ചെയ്യാൻ പറ്റും. ഇതിന്റെ ബാക്ക് സീറ്റ് നമുക്ക് മൂവ്മെന്റ് ഉണ്ട്. അതായത് നമുക്ക് ഇത്രയും വരെ മൈക്കിലേക്ക് നമുക്ക് കിടക്കുന്ന രീതിയിലേക്ക് നമുക്ക് ഈ വണ്ടി സ്ലൈഡ് ചെയ്ത് നീക്കാൻ പറ്റും. ഏറ്റവും കംഫോർട്ടബിൾ ആയിട്ട് നിങ്ങൾക്ക് ലോഞ്ച് ജേർണിയൊക്കെ ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് വണ്ടി എനിക്ക് ഗ്രാൻഡ് വിറ്റാരൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ SL6 ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. കാരണം ഇതിന്റെ സീറ്റിംഗ് പൊസിഷൻ ഇച്ചിരി താഴെയാണ്. പിന്നെ തിയേറ്റർ മോഡലിംഗ് ആണ് ഇതിന്റെ സീറ്റ്സ് വരുന്നത്. പിന്നെ സീറ്റ് നമുക്ക് റിക്ലൈൻ ഓപ്ഷൻ ഉണ്ട്. ഇൻഡിവിജ്വൽ ആംറസ്റ്റുകൾ വരുന്നുണ്ട്. സൈഡ് ഗ്ലാസസ് ഒക്കെ നല്ല വൈഡ് ആണ്. AC നല്ല ഡയറക്റ്റ് ഫ്ലോ നമുക്ക് കിട്ടുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ SL6 വളരെ മികച്ച ഒരു ഫാമിലി കാർ തന്നെയാണ്. നമുക്ക് ഇതിന്റെ അടുത്ത റോയിലേക്ക് ഒന്ന് കയറി നോക്കാം. അടുത്ത റോയിലേക്ക് കയറണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നെങ്കിൽ സീറ്റ് സ്ലൈഡ് ചെയ്തിട്ട് ഇവിടെ മടക്കിയിട്ട് കയറാം, അല്ലെങ്കിൽ ഇതിന്റെ അകത്തൂടെ നമുക്ക് വേണമെങ്കിലും ബൈക്കിലേക്ക് പോകാൻ പറ്റും. ഏറ്റവും ബാക്കിൽ ചെന്ന് ഇരുന്നാൽ പോലും നമുക്ക് ഇതിനകത്ത് ഇരിക്കും ഒരു കൺജസ്റ്റഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു ഫീല് വരത്തില്ല. കാരണം ഇതിന്റെ സീറ്റ്സ് എല്ലാം തിയേറ്റർ മോഡലിംഗ് ആണ് വരുന്നത്. ഏറ്റവും ബാക്ക് സീറ്റ് ഇരിക്കുന്ന ആൾക്ക് ഇവിടെ കപ്പ് ഹോൾഡറും ചാർജറും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ AC ഫ്ലോ നമുക്ക് ഇങ്ങോട്ട് വേണേലും അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും. നമുക്ക് ഈ ഒരു സീറ്റ് നമുക്ക് റിക്ലൈൻ ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പുറകോട്ട് നമുക്ക് വേണമെങ്കിൽ ചാരി വെക്കാം. ചാരി വെച്ചിരിക്കുവാണെങ്കിൽ നമുക്ക് വളരെ കംഫോർട്ടബിൾ ആയിട്ട് ചാരി ഇരുന്ന് യാത്ര ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എല്ലാ സീറ്റും നമുക്ക് അതുപോലെ ചാരി വെക്കാനും മടക്കി വെക്കാനുള്ള ഓപ്ഷൻ നമുക്ക് വരുന്നുണ്ട്. ഏറ്റവും ബാക്ക് റോയിലെ ഹെഡ് റെസ്റ്റ് നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും മാരുതി ഈ ഒരു ഏറ്റവും ബാക്ക് റോയിൽ ഇരിക്കുന്ന ആൾക്കാർക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ SL6 എന്ന് പറയുന്നത് ഇന്റീരിയറിന്റെ കാര്യത്തിലും എക്സ്റ്റീരിയറിന്റെ കാര്യത്തിലും ഈ പ്രൈസ് കിട്ടുന്നതിൽ ഏറ്റവും നല്ലൊരു മികച്ച വണ്ടിയാന്ന് നമുക്ക് പറയാം. മൈലേജിന്റെ കാര്യം എടുത്ത് നോക്കിയാൽ നമുക്ക് SL6ന് ഒരു കുറ്റം പറയാനില്ല. അപ്പം നമുക്ക് ഇനി ഗ്രാൻഡ് വിറ്റാരയുടെ നമ്മുടെ മോഡലിലെ ഇന്റീരിയറും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ഇത് നമ്മളെ ഗ്രാൻഡ് വിറ്റാരയുടെ സെക്കൻഡ് വേരിയന്റ് ആയിട്ട് ഡെൽറ്റയിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഏത് വേരിയന്റ് എടുത്താലും നമുക്ക് ഇന്റീരിയർ ഇതുപോലെ തന്നെ ആയിരിക്കും ഗ്രാൻഡ് വിറ്റാരയിൽ വരുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. ഏറ്റവും ബേസ് എടുക്കുവാണെങ്കിൽ നമുക്ക് ഈ ഒരു ടച്ച് സ്ക്രീൻ വരത്തില്ല. സെക്കൻഡ് ഓപ്ഷൻ തൊട്ടാണ് നമുക്ക് ഈ ടച്ച് സ്ക്രീൻ എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യുന്നത്.
പിന്നെ തേർഡ് ഓപ്ഷൻ തൊട്ടാണ് നമുക്ക് 9-inch ടച്ച് സ്ക്രീൻ വരുന്നത്. പക്ഷെ നമുക്ക് ഗ്രാൻഡ് വിറ്റായുടെ ബേസ് എടുത്ത് 9-inch ടച്ച് സ്ക്രീൻ നമുക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷെ ഇത്രയും ഫംഗ്ഷൻ ആയിട്ട് വരത്തില്ല നമുക്ക് അതിൽ. ഇന്റീരിയർ വരുമ്പോൾ ഇങ്ങനത്തെ ഒരു ഡിസൈൻ ആണ് നമുക്ക് വരുന്നത്. ഒരു ബ്ലാക്ക്, ഒരു സിൽവർ, ഒരു ബ്രൗൺ, ഈ 3 ഫിനിഷിന്റെ ഒരു കോമ്പിനേഷൻ ആണ്. AC ഏത് വേരിയന്റ് എടുത്താലും നമുക്ക് ഓട്ടോമാറ്റിക് AC ആണ് നമുക്ക് ഗ്രാൻഡ് വിറ്റാരയിൽ വരുന്നത്. കോൾ എടുക്കുക, ക്രൂയിസ് കൺട്രോൾ തൊട്ട് നമുക്ക് സെക്കൻഡ് ഓപ്ഷൻ തൊട്ടേ വരുന്നുള്ളൂ. നമ്മുടെ എല്ലാ വേരിയന്റിലും നമുക്ക് പുഷ് ബട്ടൺ സ്റ്റാർട്ട് ആയിരിക്കും വരുന്നത്. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ നോക്കുവാണെങ്കിൽ ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ കാണിക്കും, അനലോഗ് ആണ്. അതിനകത്ത് MID വരുന്നത് ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു MID ആയിരിക്കും വരുന്നത്. ഡോർ പാഡ് ഒക്കെ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഫാബ്രിക് ആയിരിക്കും വരുന്നത്, നോർമൽ ഒരു ഫാബ്രിക് ആയിരിക്കും വരുന്നത്. പക്ഷെ SL6 ഇതൊക്കെ ഒരു ലെതർ ഫിനിഷ് ആയിരിക്കും വരുന്നത്. 4 ഡോർ പവർ വിൻഡോസ് നമുക്ക് എല്ലാ മോഡലും SL6 ഇതിന്റെ ഗ്രാൻഡ് വിറ്റാരയിൽ വരുന്നുണ്ട്. പിന്നെ 1 ലിറ്റർ ബോട്ടിൽ സ്പേസും കാര്യങ്ങളൊക്കെ എല്ലാ വണ്ടിയിലും കോമൺ ആണ്. ഇവിടെ ഒരു ഗ്രാം ഹാൻഡിൽസ് എല്ലാം ഇതാണ്. മിറർ നോക്കുവാണെങ്കിൽ ജസ്റ്റ് മിറർ ആണ് വരുന്നത്, ലാമ്പ് വരുന്നില്ല. ഇവിടെ നോക്കുവാണെങ്കിലും ജസ്റ്റ് മിറർ മാത്രമേ വരുന്നുള്ളൂ. നമുക്ക് സൺഗ്ലാസ് ഹോൾഡർ ഒന്നും നമുക്ക് ഈ ഒരു വേരിയന്റിൽ അവൈലബിൾ അല്ല. റിമോട്ട് ഇൻസൈഡ് മിറേഴ്സ് ഒക്കെ തന്നെ നമുക്ക് മാനുവൽ ഡിമ്മിങ്ങും ആണ് വരുന്നത്, ഓട്ടോ ഡിമ്മിങ്ങും കാര്യങ്ങളൊന്നും വരത്തില്ല. ഈ മോഡലിൽ നമ്മൾ അഡീഷണൽ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്, സീറ്റ് കവർ ചെയ്തിരിക്കുന്നതാണ് ഈ കാണുന്നത്. പിന്നെ നമുക്ക് ഡ്രൈവർ സൈഡ് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ്, റിയർ AC വെൻസി എല്ലാം വരുന്നുണ്ട്. ഇനി റിയറിലെ കാഴ്ചകളൊന്ന് കണ്ടു നോക്കാം. ഗ്രാൻഡ് വിറ്റാര റിയർ സീറ്റിലാണ് നമുക്ക് ഇരിക്കുന്നത്. റിയർ സീറ്റ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള റിയർ സീറ്റ് ആണ്. നമുക്ക് ഈ ഒരു സീറ്റ് നമുക്ക് കുറച്ചൊന്ന് റിക്ലൈൻ ചെയ്യാൻ പറ്റും ഗ്രാൻഡ് വിറ്റാരയുടെ. നമ്മുടെ നോർമൽ പൊസിഷൻ കൂടാതെ നമുക്ക് കുറച്ച് ചാരി ഇരിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. മാക്സിമം നമുക്ക് ഇത്രയാണ് നമുക്ക് ഗ്രാൻഡ് വിറ്റാര ചാരി ഇരിക്കാനുള്ള ഓപ്ഷൻ വരുന്നത്. സീറ്റ്സ് നമുക്ക് ഫ്രണ്ടിലത്തെ സീറ്റ് പോലെ തന്നെ അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് ഇവിടെ സ്പേസ് വരത്തുള്ളൂ. അല്ലാതെ നമുക്ക് SL6 പോലെ നമുക്ക് സീറ്റ്സ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സ്ലൈഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നില്ല. ഗ്ലാസസ് ഒക്കെ നല്ല വൈഡ് ആയിട്ടുള്ള ഗ്ലാസസ് ആണ്, നമുക്ക് അകത്ത് നിന്ന് നല്ല വിസിബിലിറ്റി കിട്ടും. പക്ഷേ SL6 കമ്പയർ ചെയ്യുമ്പോൾ അത്രയും വരുന്നില്ല നമുക്ക്. പിന്നെ ഇതിന്റെ സീറ്റ് നമുക്ക് കുറച്ചുകൂടെ കിളരമുള്ള സീറ്റാണ്. അപ്പൊ നമുക്ക് ഒരു SUV അത് ഇച്ചിരി കിളരമുള്ള വണ്ടിയിൽ നിന്ന് പോകുന്ന ഫീൽ നമുക്ക് വരുന്നതായിരിക്കും. ഗ്രാബ് ഹാൻഡിൽസ് ഒക്കെ സ്പ്രിംഗ് ലോഡർ ആയിട്ടുള്ളത് നമുക്ക് ഇത് വരുന്നുണ്ട്. ഇത് നമുക്ക് 5 സീറ്റർ വെഹിക്കിൾ ആണ്. അപ്പൊ അതിന്റെ കുറച്ച് പരിമിതികളുണ്ട് നമുക്കിതില്. നമുക്ക് ഇതിന്റെ വില, ഇതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. എല്ലാവർക്കും ഒരു സംശയമുണ്ട് ഇതിന്റെ വിലകൾ എങ്ങനെയൊക്കെയാ വരുന്നത്. കാരണം ഓരോ മാസം വണ്ടികൾക്ക് ഓരോ പ്രൈസാണ് വരുന്നത്. കാരണം ഇതിന് നല്ല ഡിസ്കൗണ്ട് വരുന്നുണ്ട് എല്ലാ മാസങ്ങളിലും. ഇതിന് അത്രയും ഡിസ്കൗണ്ട് വരുന്നില്ല. അപ്പൊ നമുക്ക് ഏകദേശം ഒരു ആവറേജ് വില പറയാം എല്ലാ വേരിയന്റിന്റെയും. ഇതിന്റെ സ്റ്റാർട്ടിംഗ് മോഡൽ സിഗ്മ എന്ന് പറഞ്ഞ മോഡലാണ്. ഇതിന്റെ ഓൺ റോഡ് പ്രൈസ് വരുമ്പോൾ ഏകദേശം ഒരു 13 ലക്ഷം രൂപ താഴെ ആയിരിക്കും ഇതിന്റെ ഓൺ റോഡ് പ്രൈസ് ഇപ്പം വരുന്നത്. ഓണത്തിനും നമുക്ക് ദീപാവലിക്കും ഡിസംബറിലൊക്കെ എടുത്തവർക്ക് ഒരു 12.5 ലക്ഷം രൂപ താഴെ നമുക്ക് ഈ വണ്ടി ഓൺ റോഡ് കിട്ടുമായിരുന്നു. ഈ വണ്ടിയുടെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുവാണെങ്കിൽ ഇതിന്റെ സീറ്റാ വരുന്നതൊട്ട് നമുക്ക് ഇതിന്റെ ഓപ്ഷൻ ഉള്ളൂ. എല്ലാ ഓപ്ഷനും ഉള്ള വണ്ടിയാണ് SL6 എന്ന് പറയുന്നത്. നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ആഡ് ചെയ്യേണ്ട ഈ വണ്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ. ഇതിന്റെ ഓൺ റോഡ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു 13.5 ലക്ഷം രൂപയ്ക്കും 14 ലക്ഷം രൂപയ്ക്കും ഉള്ളിലാണ് ഇതിന്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത്, ഓഫർ കഴിഞ്ഞിട്ട്. ആവറേജ് നോക്കുവാണെങ്കിൽ ഒരു 14 ലക്ഷം രൂപ റേഞ്ച് വരുന്ന ഒരു വണ്ടിയാണ് SL6. പിന്നെ നമുക്ക് പിന്നെ വരുന്നതാണ് ഗ്രാൻഡ് വിറ്റാര ഡെൽറ്റ സെക്കൻഡ് ഓപ്ഷൻ വരുമ്പോൾ തന്നെ ഇതിനകത്ത് കൂടുതൽ വരുന്ന ടച്ച് സ്ക്രീൻ വരും, സ്പീക്കർ വരും, ക്രൂയിസ് കൺട്രോൾ വരും. ഈ 3-4 ഫീച്ചറെ കൂടുതൽ വരുന്നുള്ളൂ. അതിന്റെ വില വരുമ്പോൾ തന്നെ 14 ലക്ഷം രൂപ റേഞ്ചാണ് വരുന്നത്. ഈ ഓണത്തിനും ക്രിസ്മസിനൊക്കെ എടുത്തവർക്ക് ഒരു 13 ലക്ഷം രൂപയ്ക്ക് വില കിട്ടിയിരുന്നു. അതായത് ഇതിന്റെ സ്റ്റാർട്ടിംഗ് വേരിയന്റ് പ്രൈസിന് നമുക്ക് ഇതിന്റെ സെക്കൻഡ് വേരിയന്റ് നമുക്ക് കിട്ടും. അതാണ് നമുക്ക് ഇപ്പോഴത്തെ റേഞ്ച് വെച്ച് നോക്കുമ്പോൾ. ഇതിന്റെ ആൽഫ എന്ന് പറഞ്ഞാൽ അടുത്ത വേരിയന്റ് വരുമ്പോൾ തന്നെ നമുക്കൊരു 15 ലക്ഷം രൂപ റേഞ്ച് വരുന്നുണ്ട്. ഏറ്റവും ഫുൾ ഓപ്ഷൻ വരുമ്പോൾ തന്നെ 16 ലക്ഷം രൂപയ്ക്കുള്ളിലാണ് ഇതിന്റെ ഓൺ റോഡ് പ്രൈസ് മാനുവലിന്റെ വരുന്നത്. ഓട്ടോമാറ്റിക് വരുമ്പോൾ ഈ പറഞ്ഞ പ്രൈസിനെക്കാട്ടി 1.25 ലക്ഷം രൂപ വ്യത്യാസമുണ്ട് എല്ലാ വേരിയന്റിലും. സീറ്റ ഓട്ടോമാറ്റിക് വരുമ്പോൾ 15 ലക്ഷം രൂപയും, ആൽഫ ഓട്ടോമാറ്റിക് വരുമ്പോൾ 16 ലക്ഷം രൂപയും, ആൽഫ പ്ലസ് വരുമ്പോൾ തന്നെ 17 ലക്ഷം രൂപ. ആ ഒരു റേഞ്ചാണ് ഇതിന്റെ മോഡലുകൾ വരുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു വാല്യൂ ഫോർ മണി ആയിട്ട് ഏറ്റവും ഫീച്ചർ ലോഡറായിട്ട് വണ്ടി എടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു ചോയ്സ് ആയിരിക്കും. കാരണം ഇതിന്റെ ഫുൾ ഓപ്ഷൻ മാനുവൽ നമുക്ക് ഒരു 15 ലക്ഷം രൂപ കിട്ടുന്നുണ്ട്. ഇതിന്റെ ഫുൾ ഓപ്ഷൻ മാനുവൽ എടുക്കണമെങ്കിൽ ഒരു 18 ലക്ഷം രൂപ കൊടുക്കണം. ഇത് തമ്മിൽ 1.5 ലക്ഷം രൂപ 2 ലക്ഷം രൂപ വ്യത്യാസം വരുന്നുണ്ട്. അപ്പം വാല്യൂ ഫോർ മണി ആയിട്ട് നോക്കുമ്പോൾ SL6 ആയിരിക്കും കുറച്ചുകൂടെ നല്ലത്. ബേസ് വേരിയന്റ് വണ്ടി മാത്രം നോക്കി എടുക്കാനാണെങ്കിൽ ഗ്രാൻഡ് വിറ്റാര നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. നിങ്ങൾ വണ്ടി എടുക്കുന്നതിന് മുമ്പ് SL6 കൂടെ ഒന്ന് നോക്കുക, വണ്ടി ഓടിച്ച് നോക്കുക, 2 വണ്ടിയും ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫാമിലിക്ക് ഏതാണോ കംഫോർട്ട്, ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് നോക്കിയിട്ട് ആ വണ്ടി സെലക്ട് ചെയ്യുക. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നമ്മുടെ നമ്പറൊക്കെ സൈഡിൽ കൊടുത്തേക്കാം. ആർക്കെങ്കിലും വണ്ടി വേണ്ടവരല്ല നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ.